നമസ്കാരം. കൊല്ലവർഷത്തിലെ പ്രഥമ മാസമാണ് ചിങ്ങം. സൂര്യൻ ചിങ്ങം രാശിയിലൂടെ സഞ്ചരിക്കുന്ന സമയം. മലയാളിക്ക് ഇത് പൊന്നോണ മാസമാണ്. കേരളത്തിലെ തനതായ പ്രകൃതി സൗന്ദര്യത്താലും ആത്മീയ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ചന്ദനക്കുന്ന് ശ്രീ വനദുർഗാദേവി ക്ഷേത്രത്തിൽ ഉത്രാട ദിനത്തിൽ പ്രഭാത സൂര്യന്റെ പൊൻകിരണങ്ങൾ ചന്ദനക്കുന്നിലമ്മയുടെ മുന്നിൽ തെളിയുമ്പോൾ ക്ഷേത്ര ചടങ്ങുകളോടുകൂടി കണ്ണുകൾക്ക് നിറകാഴ്ചയേകുന്ന ലക്ഷണമൊത്ത കാഴ്ചകുല ഭഗവതിയെ പ്രദക്ഷിണം ചെയ്ത് മണ്ണിലും മനുഷ്യ മനസ്സിലും പ്രതീക്ഷയുടെ നിറദീപമായ നെയ്വിളക്ക് തെളിയിച്ച് നിറപറയും നാളികേരവും വെച്ച് ക്ഷേത്രമേൽശാന്തി തിരുമുൽ കാഴ്ചയായി കാഴ്ചകുല ചന്ദനക്കുന്നിലമ്മയുടെ തിരുനടയിൽ സമർപ്പിക്കുന്നു. അതിനുശേഷം ക്ഷേത്ര ഭരണസമിതി കാഴ്ചകുല സമർപ്പിക്കുന്നതോടുകൂടി ചടങ്ങുകൾക്ക് ആരംഭം കുറിക്കുന്നു. തിരുവോണ ദിവസം ക്ഷേത്രത്തിലെത്തുന്ന എല്ലാ ഭക്തർക്കും സർവ ഐശ്വര്യ സമ്പൽ സമൃദ്ധിക്കും കാർഷിക അഭിവൃദ്ധിക്കും വേണ്ടി തിരുമുൽ കാഴ്ചയായി ദേവിയുടെ മുന്നിൽ കാഴ്ചകുല സമർപ്പിക്കാൻ ക്ഷേത്ര ഭരണസമിതി സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. പ്രജാക്ഷേമ തൽപരനായ മഹാബലി സത്യധർമ്മങ്ങൾ ഉൾക്കൊണ്ട് മാലോകരെല്ലാം ഒന്ന് എന്ന മഹാസന്ദേശത്തെ കാഴ്ചവെച്ച ഈ പുണ്യനാളുകൾ സുന്ദര ഭരണത്തിന്റെയും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സമത്വത്തിന്റെയും വിശ്വമാനവികതയുടെയും ഈ മഹാസന്ദേശം ഉൾക്കൊണ്ട് മനുഷ്യജീവിതം ധന്യമാകട്ടെ. തിരുവോണം നാളിൽ വാമനാവതാര ജയന്തിയാണ്. വാമനമൂർത്തിയുടെയും മഹാബലി തമ്പുരാന്റെയും ചന്ദനക്കുന്നിലമ്മയുടെയും അനുഗ്രഹം ഉണ്ടാകട്ടെ. അമ്മേ ദേവി ഭഗവതി ശങ്കരി നിർമ്മലേ പരബ്രഹ്മസ്വരൂപിണി കന്മഷാവഹേ വനദുർഗേ കൈത്തൊഴാം ചന്ദനക്കുന്നിൽ വാഴും ഭഗവതി. അമ്മേ നാരായണ ദേവി നാരായണ.